എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ് ബിസാങ് എൻഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ജോലി വരുന്നത്. കോൺട്രാക്റ്റ് ബേസിസിലാണ് ജോലി വരുന്നത്. വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ മാൻ പവർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc IT വിത്ത് 60% മാർക്കാണ്. കൂടാതെ സ്കിൽസ് വേണ്ടത് പ്രൊഫഷ്യൻസി ഇൻ പൈതൺ അല്ലെങ്കിൽ ജാവയാണ്. അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ടോട്ടൽ വേക്കൻസി 275 വേക്കൻസിയാണ്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ മാൻ പവർ 2 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ME അല്ലെങ്കിൽ MTech ആണ്. ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിത്ത് 60% മാർക്കാണ്. ഇവിടെയും സ്കിൽസ് ആവശ്യമാണ്. പ്രൊഫഷ്യൻസി ഇൻ പൈതൺ അല്ലെങ്കിൽ ജാവ. 3 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. വേക്കൻസി 10. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ മാൻ പവർ 3 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഇൻ പ്ലാനിംഗ് ആണ്. വിത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇൻ ആപ്ലിക്കേഷൻസ് ഓഫ് ജിയോ സ്പേഷ്യൽ ടെക്നോളജി ആണ്. 5 വേക്കൻസിയാണുള്ളത്. അടുത്ത പോസ്റ്റ് അക്കൗണ്ട്സ് മാൻ പവർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BCom ആണ്. വിത്ത് മിനിമം 55% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ CA അല്ലെങ്കിൽ CS അല്ലെങ്കിൽ ഇൻ്റർ CA അല്ലെങ്കിൽ ഇൻ്റർ CS ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 8 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. വേക്കൻസി 4 ആണ്. അടുത്ത പോസ്റ്റ് അഡ്മിൻ മാൻ പവർ 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് LLB വിത്ത് 60% മാർക്കാണ്. ആൻഡ് കമ്പനി സെക്രട്ടറി CS വിത്ത് 4 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. വേക്കൻസി 2. അടുത്ത പോസ്റ്റ് അഡ്മിൻ മാൻ പവർ 2 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA വിത്ത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ തന്നെ 4 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി വരുന്നത് 3 ഇയേഴ്സിലേക്കാണ്. പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പെർഫോമൻസും റിക്വയർമെൻറ്റും അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ഫുൾ ടൈം ബേസിസിലാണ് ജോലി വരുന്നത്. പോസ്റ്റിംഗ് വരുന്നത് ഗുജറാത്ത് അല്ലെങ്കിൽ ന്യൂഡൽഹിയിലായിരിക്കും. റെമുനറേഷൻ ലഭിക്കുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ എക്സ്പീരിയൻസും സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ പോസ്റ്റ് അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും വെച്ചിട്ട് വേണം അയക്കാനായിട്ട്. പോസ്റ്റ് അയക്കേണ്ട അഡ്രസ്സ് ദ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ബിസാഗ് N നിയർ CHO സർക്കിൾ ഇന്ദുലാൽ യഗ്നിക് മാർഗ് ഗാന്ധിനഗർ ഗുജറാത്ത്. പിൻകോഡ് 382007. അപേക്ഷയുടെ കിട്ടേണ്ട അവസാന തീയതി ഏപ്രിൽ 16 ആണ്. താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതിയിരിക്കണം. ഇതാണ് ഫോർമാറ്റ് വരുന്നത്. വേക്കൻസി കോഡ്, നെയിം ഓഫ് വേക്കൻസി, ഇതുപോലെ അഡ്രസ്സെല്ലാം എഴുതി വേണം നിങ്ങൾ പോസ്റ്റ് അയക്കാനായിട്ട്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടത്. ഈ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഭാസ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക.
ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.